നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പേജ് ഓപ്പൺ ആക്കുന്നത് A4ൻ്റെ സൈസാണ്. ഞാൻ ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ വെക്കുക? പലപ്പോഴും ആളുകൾ ന്യൂ ലെയർ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ ബ്രഷ് ടൂൾ എടുത്തിട്ട് വരയ്ക്കും, അല്ലെങ്കിൽ കൺട്രോൾ ബാക്ക് സ്പേസ് അല്ലെങ്കിൽ ആൾട്ട് ബാക്ക് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഈ രൂപത്തിലാണ് പലപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ചെയ്യാറുള്ളത്. ഇതിനേക്കാളും സിമ്പിളായിട്ടുള്ള മെത്തേഡ് പറഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഒരു ന്യൂ ഫയൽ Ctrl N കൊടുത്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. ഇപ്പം പുതിയൊരു ക്യാൻവാസ്, പുതിയൊരു പേജ് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ Shift F5 ഇതുണ്ടോ, Shift F5 കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനൊരു ബാർ വരും, ഇങ്ങനെ ടൂൾ ബാർ വരും. അതിലിപ്പോൾ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത്, ഈ റെഡാണ് ബാക്ക്ഗ്രൗണ്ട് കളർ. ഇനി ഫോർഗ്രൗണ്ട് കളർ എന്നുള്ളത് ഇതുണ്ടല്ലേ, ഈ മുകളിലത്തെ ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത്? ഇപ്പം ഞാൻ ഫോർഗ്രൗണ്ട് കളറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, ആ ബ്ലൂ എന്തായി വന്നു. ഒരു പുതിയ ലെയർ പോലും ആഡ് ചെയ്യാതെ എന്ത് ചെയ്തു, നമുക്ക് അത് വന്നു. മാത്രമല്ല മറ്റേതിനെക്കാട്ടിലും നമുക്ക് ഇതെന്താണ്, കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. എന്തെങ്കിലും അറിയാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.